അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. അത് കോഴിക്കോട്ട് നിന്നെത്തിച്ച ആംബുലൻസിൽ കയറ്റുകയാണ്. ഈ ആംബുലൻസിലായിരിക്കും കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, DNA പരിശോധനാ ഫലവും കിട്ടിയിരിക്കുന്നു. അർജുൻ തന്നെയാണതെന്ന് സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. 72 ദിവസം നീണ്ട തെരച്ചിൽ, അതിനുശേഷം DNA ഫലത്തിനായുള്ള 2 ദിവസത്തെ കാത്തിരിപ്പ്. ഒടുവിൽ അർജുൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് കാർവാറിൽ നിന്നല്ലേ ദീപക്? സുജയ, ഏറ്റവും ദുഃഖകരമായ സാഹചര്യം തന്നെയാണ്. കാർവാറിലെ ക്രിംസ് ആശുപത്രി മോർച്ചറിക്ക് മുൻവശത്ത് നിന്ന് ഉള്ള ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടിട്ടുള്ളത്. അതായത് അർജുൻ്റെ മൃതദേഹം ഇതിനോടകം തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ കണ്ണടിക്കലിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ ആംബുലൻസിൻ്റെ ഫ്രീസറിലെ ഭാഗത്തിലേക്ക് മൃതദേഹം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെടും. പിന്നീട് ഏതാണ്ട് 10-12 മണിക്കൂറോളം യാത്രയുണ്ട്. കോഴിക്കോട് കണ്ണാടിക്കലിലെ വസതിയിലേക്ക് അർജുനെ അവസാനമായി എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കാലതാമസമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി DNA ടെസ്റ്റിൻ്റെ ആദ്യഘട്ട ഫലം വന്നു. പിന്നീട് രണ്ടാംഘട്ട ഫലവും കൂടി വന്നതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. പോലീസിൻ്റെ അകമ്പടിയിലായിരിക്കും ഈ ആംബുലൻസ്, കർണാടക പോലീസിൻ്റെ അകമ്പടിയിലായിരിക്കും കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം തന്നെ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കാർവാർ MLA കൂടി ഈ വാഹനത്തെ അനുഗമിച്ച് കണ്ണാടിക്കലിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഒരു യാത്ര എന്നുള്ള നിലയിൽ തന്നെ മലയാളികളൊന്നടങ്കം കാണുന്ന ഒരു യാത്രയായി ഇതിനെ നമ്മൾ നോക്കേണ്ടിയും വരുമെന്നുള്ളതാണ്. ഇപ്പോൾ AK അഷ്റഫ് MLA കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. MLA, എങ്ങനെയാണ് ഇപ്പം ഇവിടെ നിന്നുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ? നമ്മൾ സത്യത്തിനും ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. അർജുന ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നീട് നമുക്ക് അർജുനെ കിട്ടില്ല എന്നറിയാം. എന്നാലും കുറേ ദിവസം നമ്മൾ കാത്തിരുന്നു. ഏതായാലും അർജുനെ നമുക്ക് കിട്ടി. ഇന്നതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി. Okay. And we will stop there for 2-3 minutes. Okay. Spot. I want to talk to them also. ಅಲ್ಲಿ ಅದೇ ಜಾಗದಲ್ಲಿ ಒಂದು 2 ನಿಮಿಷ ನಿಲ್ಲಿಸಿ. ഞാൻ ഇവരിൽ എഴുത്തുന്നു, എല്ലാവരും എഴുത്തുന്നു. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നമ്മൾ രാവിലെ ഒരു 6 മണി വരെ എത്താനുള്ള ഒരു ഷെഡ്യൂളാണ്. പോലീസ് എസ്കോർട്ട് കർണാടക ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം CM പറഞ്ഞിട്ടും MLA അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഒരു സാമ്പത്തിക സഹായം കൈമാറുന്നുണ്ട്. ഒരു 6 o'clock നമുക്ക് അർജുൻ്റെ വീട്ടിലേക്ക് കാലിക്കറ്റിലേക്ക് എത്താൻ പറ്റും. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് സുജയ. ഇനിയിപ്പോൾ ഈ ഒരു യാത്ര കടന്നു പോകുമ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോകേണ്ടി വരിക സ്വാഭാവികമായും അത് ശിരൂരിലൂടെ പോകുന്നു എന്ന ഘട്ടത്തിൽ തന്നെയായിരിക്കും. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 2 മിനിറ്റ് അവിടെ നിർത്തും എന്നുള്ളതാണ് കാർവാർ MLA അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായ ആ മേഖലയിലേക്ക് എത്തി ഒരു 2 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമൊക്കെ ആ യാത്ര തുടരുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ ദുഃഖം, ഇവിടെയുള്ള ജിതിനുൾപ്പെടെയുള്ള ആളുകൾ ആ വാഹനത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതൊക്കെ ആലോചിച്ച് പോവുകയാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും ജീവനോടെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി, അതുണ്ടായില്ല. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അത് സെർച്ചുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അർത്ഥത്തിലും നമുക്കൊരു റിസൾട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ 71 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മൃതദേഹ ഭാഗങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായത്. അത് കുടുംബത്തെ സംബന്ധിച്ച് അല്പമെങ്കിലും ആശ്വാസം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. നാളെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുമ്പോൾ എവിടെയോ മറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് തങ്ങൾ ഒടുവിലായി ഒന്ന് കണ്ടു എന്ന ആ നിലയ്ക്കെങ്കിലും അവർക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന കാര്യമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. നേരത്തെ തന്നെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയും അസ്ഥി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകൾ അത് നൽകിയിട്ടുണ്ടായിരുന്നു. ഹുബള്ളിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് എത്തി അത് അവിടെ നിന്നും റിസൾട്ട് വരുന്നതിന് വേണ്ടിയുള്ള ഏതാണ്ട് ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിന് കൂടി ഇപ്പോൾ വിരാമമാവുകയാണ് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ഒപ്പം തന്നെ ഒരു മിസ്സിംഗ് കേസാണ് ആദ്യഘട്ടത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വാഹനത്തെ
അനുഗമിച്ച് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നതെന്ന് കൂടി കാണേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ മഞ്ചേശ്വരം MLA-യുമായി സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഒരു യാത്ര ഇവിടെ നിന്ന് തുടങ്ങി പിന്നീട് കേരളത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിൽ ഈ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊക്കെ ആളുകൾ തടിച്ചു കൂടുന്നു എന്നുള്ള വിവരവും കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പലയിടങ്ങളിൽ നിർത്തിക്കൊണ്ട് ആദരാഞ്ജലികൾ സ്വീകരിച്ച് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഇവിടെ